എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ചാർട്ടിലേക്ക് നോക്കാറുണ്ട്, ബൈ സെല്ലുകൾ എടുക്കാറുണ്ട്, പ്രൈസ് ആക്ഷൻ നോക്കാറുണ്ട്, മറ്റ് ഇൻഡിക്കേറ്ററുകളൊക്കെ നോക്കാറുണ്ട്. പലപ്പോഴും പലരും അവഗണിക്കുന്ന കാര്യം എന്ത്, കറൻസിയുടെ ഫാക്റ്റുകൾ നോക്കാൻ വേണ്ടി മറക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പെയറിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, രണ്ട് കറൻസിയിൽ ഒരു പെയറിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ കറൻസികൾ എന്താണെന്ന് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ കറൻസികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആ കറൻസികളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആ കറൻസികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിരുന്നാലേ ന്യൂസ് റിലീസുകൾ ഉണ്ടാകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ന്യൂസ് റിലീസ് ഉണ്ടാവുകയാണ്, നമ്മൾ ന്യൂസിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ന്യൂസ് റിലീസ് ഉണ്ടാകുമ്പോൾ പ്രീവിയസും ഫോർകാസ്റ്റഡും ഇപ്പോൾ ഉള്ള ആ ഒരു നമ്പർ മാത്രം നോക്കാതെ മാർക്കറ്റിൽ ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു ന്യൂസ് റിലീസ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. അതായത് കറൻസി പോസിറ്റീവ് ആയിരിക്കുമ്പോൾ വരുന്നൊരു ന്യൂസും കറൻസി നെഗറ്റീവ് ആയിരിക്കുമ്പോൾ വരുന്നൊരു ന്യൂസും എന്താണ്, വ്യത്യസ്തമാണ്. കറൻസി ഇപ്പോൾ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു നമ്പർ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് കാണിച്ചു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ കറൻസി നെഗറ്റീവാണ്. ഇപ്പോൾ GDP എക്സാമ്പിളായിട്ട് എടുക്കാം. GDP എന്താണ്, കറൻസി ഇപ്പോൾ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ GDP എന്താണ്, പോസിറ്റീവ് കാണിച്ചു, അതൊരു സിറ്റുവേഷനാണ്. കറൻസി നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നെഗറ്റീവിലേക്ക് പോകുമ്പോൾ GDP പോസിറ്റീവ് കാണിക്കുന്നു, കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല GDP കാണിക്കുന്നു, പോസിറ്റീവ് GDP കാണിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷൻ എന്താണ്, വ്യത്യസ്തമാണ്. മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്, വ്യത്യസ്തമായ തോതിലാണ്. അതായത് മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായ തോതിലാണ്. അപ്പോൾ അങ്ങനെ ന്യൂസുകൾ വരുമ്പോൾ ഏത് സിറ്റുവേഷനിലാണ് കറൻസി ഉള്ളത്, അതിനെ എപ്പോൾ എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, കറൻസി എന്താണ്. അതായത് കറൻസി എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡോളർ എന്ന് പറയുമ്പോൾ എന്താണ് ഡോളർ, ഡോളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കറൻസി പെയറിൽ ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. EUR USDയിൽ ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. EURന് എന്താണ്, നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. EUR USDയിൽ ട്രേഡ് ചെയ്യുകയാണ്, EURന് നെഗറ്റീവായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, EUR USD താഴേക്കല്ലേ പോകേണ്ടത്. അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, EUR USD എന്നുള്ള പേരിൽ രണ്ട് കറൻസികളുണ്ട്, EUR ഉണ്ട്, USDയും ഉണ്ട്. പലരും വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, എന്താണ്, EUR USDയിൽ EURൻ്റെ ന്യൂസ് മാത്രം നോക്കും, EURൻ്റെ സ്റ്റാറ്റസ് മാത്രം നോക്കും. അവിടെ എന്താണ്, US ഡോളർ എന്നുള്ള കറൻസി കൂടി നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. ഇവിടെ ഇപ്പോൾ EURൻ്റെ നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, EURൻ്റെ ന്യൂസ് മാത്രമാണുള്ളതെങ്കിൽ US ഡോളർ എന്താണ്, സൈഡ് വേസ് ആണെങ്കിൽ EUR USD താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. US ഡോളർ പോസിറ്റീവ് ആണെങ്കിൽ EUR USD താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, EUR USDക്ക് നെഗറ്റീവായിട്ടൊരു ന്യൂസ് വന്നു, പക്ഷേ US ഡോളറിനോ അതിലും നെഗറ്റീവായിട്ടൊരു ന്യൂസാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ US ഡോളർ അതിലും മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ EURനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ US ഡോളർ അതിനും മോശമായിട്ടാണ് താഴേക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ EUR USD മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒരു കറൻസി പെയർ എടുക്കുമ്പോൾ രണ്ട് കറൻസികളുടെയും കാര്യം നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി സ്ക്രീനിലേക്ക് പോയിട്ട് കറൻസികളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് BISൻ്റെ ഒരു ഡാറ്റയാണ്. നോക്കിയേ, മാർക്കറ്റ് ടേൺ ഓവറാണ്, കറൻസികളുടെയും കറൻസി പെയറുകളുടെയും മാർക്കറ്റ് ടേൺ ഓവറാണ്. ഒക്ടോബറിൽ വന്നിരിക്കുന്ന ഒരു ഡാറ്റയാണിത്. നോക്കിയേ, കറൻസികൾ ഇവിടെ കാണുന്നുണ്ട്. ടേൺ ഓവർ ഏറ്റവും കൂടുതലുള്ള കറൻസി ഏതാണ്? US ഡോളർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറൻസി US ഡോളർ ആണെന്ന് പറയാറുണ്ട്. നോക്കിയേ, ടേൺ ഓവർ നോക്കിയേ, മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടേൺ ഓവർ നോക്കിയേ 88.5. നോക്കിയേ ടേൺ ഓവർ ഇവിടെ 88.5 എന്ന് കാണുന്നുണ്ട്. EUR ജസ്റ്റ് ഈ നമ്പറിലേക്ക് മാത്രം തൽക്കാലം ശ്രദ്ധിച്ചാൽ മതി, 88.5 എന്ന് കാണുന്നുണ്ട്. EUR നോക്കിയേ, അടുത്തത് EUR ആണ് 30.5, JPY 16.7. നിങ്ങൾക്കറിയാവുന്ന കറൻസികളിലേക്ക് മാത്രം തൽക്കാലം ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻസികളിലേക്ക് ശ്രദ്ധിക്കുക. GBP 12.9, AUD നിങ്ങൾക്കറിയാലോ, CNYയും നിങ്ങൾക്കറിയാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് AUD ആണ്. നോക്കി, AUD 6.4, CAD, CHF, NZD ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, സെലക്റ്റഡ് കറൻസി പെയേഴ്സ് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നോക്കിയ ടേൺ ഓവറിലെ കറൻസി പെയർ ഏതാണ്? USD EUR അഥവാ EUR USD. EUR USD എത്രയാണ് നോക്കി, 22.7. 22.7 എന്ന് പറയുന്നത് നോക്കി 2022 24.0 22.7. അത് കഴിഞ്ഞ് ഏതാണ്? USD JPY ഉണ്ട്, GBP USD ഉണ്ട്. നോക്കിയേ, USD CAD ഉണ്ട്. അത്തരത്തിൽ എന്താണ്, കറൻസി പെയറുകളുടെയും ടേൺ ഓവർ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറൻസി ഏതാണ്? തീർച്ചയായിട്ടും USD ആണ്. ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന ടേൺ ഓവർ ഉള്ള കറൻസി പെയർ ഏതാണ്? EUR USD തന്നെയാണ്. നോക്കിയേ, US ഡോളറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം.
ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്തിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് അവതരിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും, ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ വരും അഡീഷണലായിട്ട്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, പ്രൈമറി റിസർവ് കറൻസി, ലോകത്തിൻ്റെ പ്രൈമറി റിസർവ് കറൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് US ഡോളർ. US ഡോളറിന് നിക് നെയിംസ് നോക്കിയ ഗ്രീൻ ബാക്ക്, ബക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് US ഡോളറാണ്. നോക്കിയേ, US ഡോളറുള്ള മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി പെയറുകൾ ഏതൊക്കെയാണ്? EUR USD, USD JPY, GBP USD, AUD USD, USD CHF, USD CAD. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കറൻസികൾ നോക്കുക. EUR USD, USD JPY, GBP USD, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡുകൾ നടക്കാറുള്ളത്. US ഡോളറുള്ള കറൻസി പെയറുകൾ. മോസ്റ്റ് ആക്റ്റീവ് ട്രേഡിംഗ് അവേഴ്സ് ഏതൊക്കെയാണ്? അതും ഇമ്പോർട്ടൻ്റ് അല്ലേ? മോസ്റ്റ് ആക്റ്റീവ് ട്രേഡിംഗ് അവേഴ്സ് ഏതൊക്കെയാണ്? ലണ്ടൻ ഓപ്പണും US-ൻ്റെ എക്കണോമിക് റിലീസുകളുടെ സമയങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു ലണ്ടൻ ഓപ്പൺ, US-ൻ്റെ മാർക്കറ്റിൻ്റെ സെഷൻസ്, അതിൻ്റെയൊക്കെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിലെങ്ങനെ ട്രേഡ് ചെയ്യണം, ആ സമയത്ത് പ്രൈസ് ആക്ഷൻ, ഇതൊക്കെ എന്താണ് നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓരോ ബാച്ച് ആരംഭിക്കുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി മാത്രം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ച് തുടങ്ങുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജോയിൻ ചെയ്യാം. നോക്കിയേ, US-ൻ്റെ സെൻട്രൽ ബാങ്ക് ഏതാണ്? ഫെഡറൽ റിസർവ് ആണ്. അപ്പോൾ ഈ ഫെഡറൽ റിസർവ് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇവരുടെ മീറ്റിങ്ങുകൾ, ഇന്ന് പുറത്തു വരുന്ന ഡാറ്റകളൊക്കെ തീർച്ചയായിട്ടും മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് US ഡോളറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്തത് 1913 ലാർജസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദി വേൾഡ്. ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ ലാർജസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദി വേൾഡ്. കറണ്ട് ചെയർമാൻ ആരാണ്? ജെറോം പവലാണ്. അപ്പോൾ നിങ്ങൾ കാണും ന്യൂസിൽ പവലിൻ്റെ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് കാണും. പവൽ ഇങ്ങനെ പറഞ്ഞു, പവൽ അങ്ങനെ പറഞ്ഞു, പവലിൻ്റെ സ്പീച്ച്. എന്തുകൊണ്ടാണത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? പവൽ ആരാണിപ്പോൾ? നോക്കിയേ, ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനാണ്. ലാർജസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്കിൻ്റെ ചെയർമാനാണ് ഈ ജെറോം പവൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലൂടെ പുറത്തു വരും. അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ, പ്രത്യേകിച്ച് US ഡോളറിനെ എഫക്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഡോളർ നോക്കുകയാണെങ്കിൽ US-ൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കിയിരിക്കുക. ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുക. ഇത് കൃത്യമായിട്ട് ഈ നമ്പറുകൾ പഠിക്കേണ്ട, ധാരണ ഉണ്ടാക്കിയിരിക്കുക. GDP എത്രയാണ്? കറണ്ട് GDP. ഗ്രോത്ത് റേറ്റ് എത്രയാണ്? ആ ഗ്രോത്ത് റേറ്റിൽ പിന്നീട് വ്യത്യാസങ്ങളുണ്ടോ? ഇനി നിങ്ങൾ നോക്കും, എന്ത് നോക്കണം? ഗ്രോത്ത് റേറ്റിൽ വ്യത്യാസങ്ങളുണ്ടോ? പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഗ്രോത്ത് റേറ്റ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? GDP കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? പോപ്പുലേഷൻ, ഇത്രയാണ് പോപ്പുലേഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? മാർക്കറ്റിനെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്, എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിലുള്ള വ്യതിയാനങ്ങൾ. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ്, കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഇനി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്ലേഷൻ എത്രയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്? നോക്കിയേ, ഡോളറിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിലീസുകൾ ഏതൊക്കെയാണ്? നോക്കിയേ, CPI ഉണ്ട്, PPI ഉണ്ട്. CPI ഉണ്ട്, PPI ഉണ്ട്. CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. PPI എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ CPIയും PPIയും ഇമ്പോർട്ടൻ്റ് ആണ്. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ ഫാം പേറോൾസ് NFP ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ കോൺഫിഡൻസ്, റീറ്റെയിൽ സെയിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ സെൻട്രൽ ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ്, പ്രൊജക്ഷൻസ് നോക്കി, അവരുടെ പ്രസ് കോൺഫറൻസുകൾ, അതിലൊക്കെയാണല്ലോ അവരുടെ തീരുമാനങ്ങൾ പുറത്തേക്ക് വരിക. അതിൻ്റെയൊക്കെ ഹിൻഡുകൾ കിട്ടുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ പുറത്തേക്ക് വരിക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവീസ് ആൻഡ് മാനുഫാക്ചറിങ്, ISM PMIs ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിലീസുകൾ. US ഡോളറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട എക്കണോമിക് റിലീസുകൾ. ഇതൊക്കെ എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ എങ്ങനെയാണ് നോക്കുക? എക്കണോമിക് കലണ്ടർ നോക്കണം. എക്കണോമിക് കലണ്ടർ എങ്ങനെ നോക്കണം എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ I ബട്ടണിൽ കൊടുക്കാം. അതിന് പുറമെ എന്തൊക്കെ നോക്കണം? CO2 റിപ്പോർട്ട് നോക്കണം. CO2 റിപ്പോർട്ട് നമ്മുടെ മെമ്പേഴ്സിന്, പ്രീമിയം മെമ്പർഷിപ്പിലെ മെമ്പേഴ്സിന് വീക്കിലി ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. റിപ്പോർട്ടല്ല, നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേബിൾ ഉണ്ട്. എന്താണ് CO2 റിപ്പോർട്ട് എന്ന് അറിയാത്തവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ CO2 റിപ്പോർട്ടിൻ്റെ വീഡിയോസ് കാണാം. അതും എന്താണ് I ബട്ടൺസിൽ കൊടുത്തിട്ടുണ്ട്, I ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. CO2 റിപ്പോർട്ട് എന്താണെന്ന് നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വളരെ നല്ലൊരു ടൂളാണ് ഈ ഒരു CO2 റിപ്പോർട്ട് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ടൂളാണ്. കോറിലേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോറക്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോറിലേഷൻ എന്താണ്, എങ്ങനെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, എന്തുകൊണ്ട് കോറിലേഷൻ മനസ്സിലാക്കിയിരിക്കണം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോറിലേഷൻ എന്ന് പറയുന്നത് അതുമാത്രമാണോ? അതുമാത്രമല്ല, എന്തുകൂടി നോക്കാം?
ഇവിടെ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ USDയുടെ ഇൻഡെക്സ് ആണ്. USD ഇൻഡെക്സിൻ്റെ മന്ത്ലി ചാർട്ടാണ് കാണുന്നത്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്ത് നോക്കാം? USൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് കൂടി നോക്കുക. USൻ്റെ സ്റ്റോക്ക് മാർക്കറ്റും US ഡോളറിൻ്റെ ഇൻഡെക്സും തമ്മിലുള്ള കോറിലേഷൻ നോക്കുക. USൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇൻഡെക്സിന് എന്ത് സംഭവിക്കുന്നുണ്ട്, താഴേക്ക് പോകുമ്പോൾ ഇൻഡെക്സിന് എന്ത് സംഭവിക്കുന്നുണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റും ഇൻഡെക്സും ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുക. USD എന്ന് നോക്കിയാൽ ഇൻഡെക്സ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മുകളിലേക്ക് പോയിട്ടുണ്ട്, താഴേക്ക് വന്ന് ശക്തമായിട്ടൊന്ന് മുകളിലേക്ക് പോയി ഇപ്പോൾ ചെറിയൊരു ഫോളിലാണ് നിൽക്കുന്നത്. അടുത്തത് ഏതാണ്? അടുത്ത നമ്മൾ കണ്ട കറൻസി യൂറോ ആണ്. US ഡോളർ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻസി ഏതാണ്? യൂറോ ആണ്. നോക്കിയേ, എന്താണ് യൂറോ എന്ന് പറയുന്നത്? യൂറോപ്യൻ യൂണിയനിലെ 19 സ്റ്റേറ്റുകളുടെ കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ 19 സ്റ്റേറ്റുകൾ, അതായത് യൂറോ സോൺ എന്നറിയപ്പെടുന്ന യൂറോപ്പിലെ 19 സ്റ്റേറ്റുകളുടെ യൂറോസോൺ, നോക്കിയേ, യൂറോപ്യൻ യൂണിയനിലെ യൂറോസോൺ എന്നറിയപ്പെടുന്ന 19 സ്റ്റേറ്റുകളിലെ കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് യൂറോസോണിലെ മെമ്പേഴ്സ്? ആസ്ട്രേലിയ, ഫ്രാൻസ്, ലിത്വാനിയ, സ്ലോവാക്യ, ഗ്രീസ്, ജർമ്മനി, ലക്സംബർഗ്, സ്ലൊവേനിയ, ബെൽജിയം. നോക്കിയേ, ഗ്രീസ് 2 തവണ വന്നിട്ടുണ്ട് അല്ലേ. മാൾട്ട, സ്പെയിൻ, സൈപ്രസ്, അയർലൻഡ്, നെതർലാൻഡ്സ്, എസ്റ്റോണിയ, ഇറ്റലി, പോർച്ചുഗൽ, ഫിൻലാൻഡ്, ലാത്വിയ. അതിൻ്റെ കറൻസിയാണ് യൂറോ എന്ന് പറയുന്നത്. സിമ്പിൾ EUR ആണ്. നിക് നെയിംസ് എന്തൊക്കെയാണ്? ആൻറ്റി ഡോളർ എന്നറിയപ്പെടുന്ന ഒരു കറൻസിയാണ് യൂറോ. അതായത് US ഡോളർ മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്ക് പോകുന്ന ഒരു കറൻസിയാണ് യൂറോ. അതുകൊണ്ടാണ് അതിന് ആൻറ്റി ഡോളർ എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് ജനറലി സംഭവിക്കുന്ന കാര്യമാണ്. US ഡോളർ മുകളിലേക്ക് പോകുമ്പോൾ യൂറോ താഴേക്ക് പോകും. അതുകൊണ്ടാണ് ആൻറ്റി ഡോളർ എന്നറിയപ്പെടുന്നത്. ഫൈബർ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡഡ് പെയേഴ്സ് ഏതൊക്കെയാണ്? EUR USD ഉണ്ട്, EUR GBP ഉണ്ട്, EUR CHF ഉണ്ട്, EUR JPY ഉണ്ട്. മോസ്റ്റ് ആക്റ്റീവ് ട്രേഡിംഗ് ഹൗസ് ഏതൊക്കെയാണ്? ലണ്ടൻ ഓപ്പൺ ഉണ്ട്. എക്കണോമിക് റിലീസുകൾ, അതായത് യൂറോസോണിൻ്റെ എക്കണോമിക് റിലീസുകൾ, USൻ്റെ എക്കണോമിക് റിലീസസും ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്തൊക്കെയാണ് മോസ്റ്റ് ആക്റ്റീവായിട്ട് ട്രേഡിംഗ് നടക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഏതാണ്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. 1998 ക്രിയേറ്റ് ചെയ്തു. കറണ്ട് ഹെഡ് ആരാണ്? ക്രിസ്റ്റീൻ ലഗാർഡെയാണ് കറണ്ട് ഹെഡ്. ജനറൽ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്തുകൊണ്ടാണ് അവിടെ ചോദ്യചിഹ്നം കൊടുത്തിരിക്കുന്നത്? എല്ലാത്തിൻ്റെയും ഞാനിങ്ങനെ കാണിച്ചു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താണ്? നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ സമയത്തുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾ ചിലപ്പോൾ കുറേ ലേറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണുള്ളത് നോക്കുക, വാച്ച് ചെയ്യുക. CO2 റിപ്പോർട്ട് നോക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CO2 റിപ്പോർട്ട് നോക്കണം. കോറിലേഷൻ നോക്കണം. കറൻസിയുടെ CO2 റിപ്പോർട്ട് നോക്കണം. പെയറുകൾ നോക്കുകയാണെങ്കിൽ കോറിലേഷൻ നോക്കണം. കറൻസി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും കറൻസിയും തമ്മിലുള്ള കോറിലേഷൻ നോക്കണം. കറൻസി ഇൻഡെക്സും തമ്മിലുള്ള കോറിലേഷൻ നോക്കണം. EUR ഇൻഡെക്സിൻ്റെ മന്ത്ലി ചാർട്ട് നോക്കി, താഴേക്ക് വന്നിരിക്കുന്നു. നേരത്തെ USൻ്റെ കാര്യത്തിൽ എന്താ നിങ്ങൾ കണ്ടേ? മുകളിലേക്ക് പോയിട്ട് ചെറുതായിട്ട് താഴേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ്, ആൻറ്റി ഡോളർ എന്നാണല്ലോ പറയുക. ഇവിടെ എന്താ കാണുന്നത്? താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് കറൻസി ജാപ്പനീസ് യെൻ ആണ്. EUR USD കഴിഞ്ഞാൽ നോക്കിയേ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് പെയർ എന്ന് പറയുന്നത്, അടുത്ത ഏറ്റവും നന്നായി ട്രേഡ് നടക്കുന്ന പെയർ ഏതാണ്? USD JPY ആണ്. കറൻസി പെയർ EUR USD കഴിഞ്ഞ് ഏറ്റവും നന്നായി ട്രേഡ് നടക്കുന്ന കറൻസി പെയർ USD JPY ആണ്. ജാപ്പനീസ് യെന്നിൻ്റെ സിമ്പിൾ എന്താണ്? JPY എന്നാണ്. മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യപ്പെടുന്ന യെൻ ബേസ്ഡ് ആയിട്ടുള്ള കറൻസി പെയറുകൾ ഏതൊക്കെയാണ് നോക്കിയേ? EUR JPY, എന്നുള്ള കറൻസി പെയറുകൾ USD JPY, NZD JPY, GBP JPY, നോക്കിയേ, CAD JPY, AUD JPY, CHF JPY. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ കറൻസികൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ കറൻസി പെയറുകൾ ശ്രദ്ധിക്കുക. മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ട്രേഡിംഗ് ഹവേഴ്സ് ഏതൊക്കെയാണ് യെന്നിൻ്റെ കാര്യത്തിൽ? ലണ്ടൻ ഓപ്പൺ എല്ലാത്തിലും നിങ്ങൾ കാണുന്നുണ്ട്. ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലണ്ടൻ ഓപ്പൺ, JPYയുടെ എക്കണോമിക് റിലീസുകൾ, USൻ്റെ എക്കണോമിക് റിലീസുകൾ. സെൻട്രൽ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ജപ്പാനാണ്. 1882 ഫൗണ്ട് ചെയ്ത ബാങ്ക് ഓഫ് ജപ്പാനാണ്. കറണ്ട് ഹെഡ് നോക്കിയേ, ഹരുഹിക്കോ ആണ്. ജനറൽ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കുക. ഇമ്പോർട്ടൻ്റ് എക്കണോമിക് റിലീസുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ജപ്പാൻ്റെ റേറ്റ് ഡിസ്റ്റൻസ്, CPI, GDP, റീറ്റെയിൽ സെയിൽസ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് റിലീസുകൾ. CO2 റിപ്പോർട്ട് നിർബന്ധമായിട്ട് നോക്കിയിരിക്കുക. കോറിലേഷൻ, കറൻസിയുടെ കാര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റും കറൻസി നമ്മളുടെ കോറിലേഷൻ, പെയറുകളുടെ കാര്യത്തിൽ മറ്റ് പെയറുകളുമായിട്ടുള്ള കോറിലേഷൻ നോക്കിയിരിക്കുക. നോക്കിയേ, JPY ഇൻഡെക്സിൻ്റെ മന്ത്ലി ചാർട്ടാണ്. ഇപ്പോൾ നോക്കിയേ, ഒരു പ്രീവിയസ് ലോയിലാണ് ഉള്ളത്. അവിടുന്ന് ഒരു പുൾ ബാക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ലോയിലാണുള്ളത്, പുൾ ബാക്കിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ കറൻസികളുടെ കാര്യത്തിൽ മനസ്സിലാക്കിയിരിക്കണം. ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞതെന്നാണ്. അടിസ്ഥാനപരമായിട്ട് ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലെ എന്താണ് നിങ്ങൾ ഏതൊക്കെയാണോ കറൻസികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏതിൻ്റെയൊക്കെ പെയറാണോ നിങ്ങൾ വാച്ച് ചെയ്യുന്നത്, ആ കറൻസികളുടെയൊക്കെ എന്താണ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ തൽക്കാലം അത്രയാണ് പറയാനുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.